കഥയൊന്നും കിട്ടിയില്ലല്ലോ. എന്നെ നോക്കൊന്നും വേണ്ട, എന്റെ കഥയിൽ എന്നെ നോക്കണം. എന്നെ നോക്കിക്കോ, പക്ഷെ കഥയൊന്നുമില്ല. ഓണത്തന്നെയാണല്ലോ നോക്കുന്നല്ലേ. എടാ ഒരു നല്ല കഥ കിട്ടിയില്ലല്ലോ. തന്നെ കഥ പിടിച്ചു പറച്ചിലായിട്ടൊന്നും ബാക്കിയല്ലോ ഓക്കെ ആയെന്ന്. ഞാനൊരു കഥ പറഞ്ഞാലോ? അല്ല ബാലരമേലെ കഥയാണ്, അതൊന്നും വേണ്ട. അല്ല ഫ്രഷാ, ഞങ്ങൾ ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ലേ പറയാം. നമുക്കൊരു സയൻസ് ഫിക്ഷൻ ആയാലോ? എക്സിബിഷനോ? എക്സിബിഷൻ അല്ല, സയൻസ് ഫിക്ഷൻ. അതെന്നാ എന്താന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. സയൻസായിട്ട് ബന്ധമുള്ള കഥ. ഓ എനിക്ക് സയൻസ് ഭയങ്കര കാണാം. മലയാളം ഫസ്റ്റോ സെക്കൻഡോ എല്ലാം മതി. എടാ കഥയായിട്ട് വരാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കാണുന്നില്ല. ശരിയാ, ഇന്നവൻ കഥയായിട്ട് വരാന്ന് പറഞ്ഞു പോയവനാ. ഉണ്ണിയോ? അതെന്തേലും ആയോ? പൊക്കോണം. നീയല്ലേ എന്തിനാ പറഞ്ഞേ കഥ കൊണ്ടുവരാന്ന്? എന്ത് ഇതെല്ലാം കിട്ടിയോ? പിന്നെ ഇഷ്ടം പോലെ ഏത് വേണോന്ന് പറഞ്ഞാ മതി. അപ്പൊ കഥയുടെ കാര്യത്തിൽ തീരുമാനം. അപ്പൊ ഞാനല്ലാതെ വേറെ ആരൊക്കെ ഉണ്ട് അഭിനയിക്കാൻ? ഞാൻ നായകൻ, ഇങ്ങനെയാണേലേ ഞാൻ ഉള്ളൂ. എന്നാ ഞാൻ വില്ലൻ. എടാ ഇപ്പൊ ക്യാരക്ടർ ആവണ്ട. അല്ല നിങ്ങള് നായകനും വില്ലനും ആയപ്പോ ഞങ്ങളും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോള് നിങ്ങളെടുത്തോ. എന്താണ് ഞാൻ വില്ലനാ? എന്നാ ഞങ്ങള് രണ്ടും നായകന്മാർ, നിങ്ങൾ രണ്ടും വില്ലന്മാർ. അതൊക്കെ ശരിയാ. അത് നടക്കത്തില്ല. അത് ശരിയാ, അതൊന്നും പറ്റത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ റോളുള്ള ഒരു കഥ എടുക്കാം. അല്ല അതിന് കഥയായോ? ഇഷ്ടം പോലെ. നമുക്കേ ഓരോരുത്തരുടെ റോൾ അങ്ങ് തീരുമാനിക്കാം. ഈ ഫോൺ പിടിക്കും. എന്തിനാ മാന ബുക്കൊക്കെ? എടാ ക്രെഡിറ്റ് എഴുതുക. എനിക്കും വേണം ക്രെഡിറ്റ്. കഥയുടെ ക്രെഡിറ്റ് നിനക്ക് തരാം പോരെ? അതിന് കഥ എവിടെ? കഥയുണ്ട് ഇഷ്ടം പോലെ. ആ അപ്പോ കഥ നീ എഴുതുക. അപ്പോ ക്യാമറ നീ ക്യാമറയോ? മൊബൈല് പോരെ? പോരാ, ക്യാമറ തന്നെ വേണം. ഞാനെവിടെ ഒപ്പിക്കാനാ? ചേട്ടനോട് ചോദിച്ചു നോക്കാം, ചിലപ്പോ കിട്ടേ. ഇപ്പൊ മഴ വീണു, ഒറ്റ ഓട്ട. അപ്പോ ക്യാമറ നീ, പിന്നെ എഡിറ്റിങ് അത് ഞാൻ ചെയ്തോളാം. DNAP-ലൊക്കെ ഞാൻ കുറേ ചെയ്യുന്നത്. അതൊക്കെ നീ എങ്ങനെയും ഒപ്പിക്കണം. ഒപ്പിക്കാം. ഇനിയുള്ളത് സംവിധാനം ഞാൻ തന്നെ ചെയ്തോളാം. അയ്യടാ നീ ഒട്ടേ കൊണ്ടാകണ്ട, എനിക്കറിയാതെ ചെയ്യാൻ. ഞാൻ അത് ഏറ്റെടുത്തോളാം. കാരണം നിന്നോടെ. എടാ ഒന്ന് വേഗം തീരുമാനിക്കും, ഇടിയും മഴയൊക്കെ വരുന്നു. എടാ എന്നൊരു കാര്യം ചെയ്യും,
മഴയൊക്കെ വരുന്നു. നാളെ രാവിലെ വീട്ടിലോട്ടോ അവിടെ തീരുമാനിക്കാം ബാക്കി. ഇന്നലെ എന്നാ മുടിഞ്ഞ മഴയായിരുന്നു. പണ്ടാരം അടങ്ങാൻ കരണ്ട്. ആണോ? എന്നാ മഴയായിരുന്നു. അയ്യോ, വീട്ടുകാരെ പറയാത്തൊന്നുമില്ല. ആകെ തല്ലി കൊല്ലാഞ്ഞ്. ഞാനാണെങ്കിൽ വന്ന പാടെ കുളിമുറിയിലോട്ടും കയറി കുളിക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ അറിഞ്ഞില്ല. അതേതായാലും നന്നായി. അവന്മാരെന്തിയാ ഇന്ന് കണ്ടില്ലല്ലോ അവന്മാരെ. ഇപ്പൊ വരുമായിരിക്കും. എന്താ നമ്മുടെ കാര്യങ്ങൾ? എന്ത് കാര്യം? അല്ല, സംവിധായകനെ അത് അതിനെന്താ തീരുമാനിക്കാൻ? ഞാൻ തന്നെ സംവിധായകൻ. അല്ല, കഥ ഞാനല്ലേ, അപ്പൊ സംവിധാനവും ഞാൻ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. എടാ, എഡിറ്റിങ് ഞാനല്ലേ, അപ്പൊ സംവിധാനവും ഞാൻ തന്നെയാ. നിങ്ങൾക്ക് അറിയാം, ഒരു നല്ല എഡിറ്ററിനെ ഒരു നല്ല സംവിധായകനാകാൻ പറ്റുള്ളൂ. എനിക്കിതുവരെ ഒരു ക്രെഡിറ്റ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ സംവിധായകൻ. നമുക്ക് നറുക്കിടാം ആര് സംവിധായകനാവുന്നത്. നറുക്കിട്ടാലും ഇല്ലേലും ഞാൻ തന്നെ സംവിധായകൻ, അത്രേ ഉള്ളൂ. പിന്നെന്തിനാ നറുക്കിടുന്നേ? അയ്യടാ, നമുക്ക് ഇട്ട് തീരുമാനിക്കാം. എടാ, നറുക്കിട്ട് തീരുമാനിക്കാം. ലോകം എങ്ങോട്ടാ പോകുന്നത്? എടാ, നിന്റെ നമ്പറല്ലേ ഇത്? ഹലോ. എടാ എവിടെയാ? എടാ അമ്മാവനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോ? വന്നിട്ട് കുറച്ചു നേരമായി. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. വരുവോ. എന്നാത്തിനാണോ വിളിച്ചേ? എടാ, ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ വീട് വരെ പോവാ. നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിലാരെങ്കിലും വന്ന് കാണും. തിന്നാൻ കിട്ടിയതിന്റെ കുഴപ്പമില്ല. കൊച്ചേ മാറിക്കോ. പയ്യൊന്നു സംവിധായം പോകുന്ന ഓക്കുണ്ടോ? നീ അവനെ നോക്കിയിരിക്കാതെ നറുക്കിറാ. ശരി, നറുക്കാൻ പോയി. ഒന്ന് വേറെ നറുക്കിട്. എന്റെ അമ്മ വിളിക്കുന്നു. എന്നാ അമ്മ, എന്നതിന് ഇപ്പൊ എല്ലാരും കൂടെ പോകുന്നു. ഞാനും പറഞ്ഞു. വരാം ഞാൻ വരുവാ. എടാ, എന്നാലേ ഞാനും പോവാ. അമ്മ വീട്ടിൽ പോണം. ഞാൻ ഈ അടുത്ത ആഴ്ചയൊക്കെ വരത്തുള്ളായിരിക്കും. നിങ്ങൾ എന്ന സംവിധാനമൊക്കെ തിരഞ്ഞെടുത്തു. എന്തായാലും ഞാനേ വരത്തുള്ളൂ. എന്തായാലും വേറെ ആരെങ്കിലൊക്കെയാണ് എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഉമ്മ രണ്ടും പോയി. സംവിധാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാനാണെന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ അന്ന് പോയിട്ട് പിന്നെ ഇന്നാ വരുന്നത്. അതുകൊണ്ട് അവിടെ പോകാനും പറ്റിയില്ല. നീ അതിനവിടെ പോയി? നീ ആദ്യം പോയായിരുന്നല്ലേ. നീ അന്ന് വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞ് ഞാനും പോയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അന്ന് വൈകിട്ട് അമ്മ വീട്ടിലും പോയി. ഞാൻ പോയിട്ടില്ല. അമ്മാരപ്പനെ വിളിച്ചില്ല, അങ്ങോട്ടൊന്നും പോയില്ല. അമ്മമാരിപ്പോ എന്തായാലും സംവിധാനമൊക്കെ തീരുമാനിച്ചു കാണും. എന്തായാലും ഞാൻ തന്നെയാ. നീയാ? ഞാൻ തന്നെ ആവത്തുള്ളൂ. പിന്നെ എന്തായാലും ഞാൻ തന്നെ ആകത്തുള്ളൂ. സാധ്യതയില്ല. ഈ താഴത്തുള്ള കാര്യം പിന്നെ എന്താ? സാധ്യതയുള്ള കാര്യ പറഞ്ഞത്. എന്തായാലും കഥ ഞാനല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കും സംവിധായകൻ. അത് ഇത്രേ ഉള്ളൂ. ഉറപ്പാ. ഇത്ര ബുദ്ധിയും പിന്നെ ഇത്ര എക്സ്പീരിയൻസും ഒക്കെ ഉള്ള എനിക്ക് അതിന് സാധ്യതയുള്ളൂ. ഭയങ്കര ഞാൻ തന്നെ
പട്ടികളെ തിരിച്ചു ഞാൻ കൊറേ തിരിച്ചാ. അല്ല, ഈ ഒടിഞ്ഞ കൈ കൊണ്ട് ഇനി എങ്ങനെ എഡിറ്റിങ്ങും സംവിധാനമൊക്കെ ചെയ്യും? ഒരു നല്ല എഡിറ്റർ ഉണ്ടല്ലേ നല്ലൊരു പടം ഉണ്ടാകും അല്ലേ? അതെ അതെ, എന്തൊക്കെ ബഹളമായത്. എഡിറ്റിങ്, സംവിധാനം, നറുക്ക്. ഞാൻ സൈക്കിളെ പാഞ്ഞു വരാം, സ്ലോ മോഷൻ എടുക്കണേ. ഇനിയിപ്പൊ 2 കാലുണ്ടല്ലോ, ഓടിയാനല്ലേ? എടാ ഞാൻ സൈക്കിളിൽ ഇങ്ങനെ പാഞ്ഞു വരാം, നീ അത് വെറൈറ്റി ആംഗിളിൽ എടുക്കണം. അത് അവന്മാരെ എന്നിട്ട് കാണിക്കണം, അവന്മാർ ഞെട്ടും അത്.